Hello guys and welcome back to Best Topics. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സ്കോഡ കുഷാക്കിൻ്റെയും ഫോക്സ്വാഗൺ ടൈഗണുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണിത്. റീസെൻ്റ്ലി സാക് ഹോളിസ് ഒരു ട്വീറ്റിന് റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ട്വിറ്ററിലൊരു ട്വീറ്റ് ഇട്ടിരുന്നു. ഇതിലിപ്പോൾ ഇദ്ദേഹം പറയുന്നത് സെമി കണ്ടക്ടേഴ്സിന് ഷോർട്ടേജ് കാരണം അവർ ടൈഗണിൻ്റെയും കുഷാക്കിൻ്റെയും എല്ലാ വേരിയൻസിൽ നിന്നും, അതായത് ബേസ് വേരിയൻ്റ് ടോപ്പ് വേരിയൻ്റ് എന്നൊന്നുമില്ല, എല്ലാ വേരിയൻസിൽ നിന്നും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs എന്ന് പറയുന്നൊരു ഫീച്ചർ റിമൂവ് ചെയ്യുകയാണെന്നാണ്. ഈ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs ഒക്കെ പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മൾ അകത്ത് നിന്നൊരു ബട്ടൺ ഞെക്കുമ്പോൾ നമ്മുടെ ഔട്ട് സൈഡ് റെയർ വ്യൂ മിറേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവുന്ന ഒരു ഫീച്ചറാണിത്. ഇത് ഇപ്പോഴത്തെ കാലത്ത് 5 ലക്ഷം രൂപയുള്ള വാഹനങ്ങളിൽ മുതൽ തന്നെ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. പക്ഷേ ഈ രണ്ട് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുഷാക്കിൻ്റെ ആണെങ്കിലും ടൈഗണിൻ്റെ ആയിക്കോട്ടെ, ബേസ് മോഡലിൻ്റെ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന 11 lakh rupees നിന്നാണ്. അല്ലെങ്കിൽ 10.99 എന്നൊക്കെ വേണേൽ പറഞ്ഞോളൂ. പക്ഷേ സെൻസിബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് അല്ല. സാധാരണ ഒരാൾ പ്രൈസ് എടുക്കുമ്പോൾ എപ്പോഴും 11 തന്നെ പറയുള്ളൂ. ഇതിന്റെ ഈ 11 lakhs എക്സ്ഷോറൂം പ്രൈസ് വരുന്ന ഒരു മോഡലിന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു തെറ്റല്ല. അത് ആദ്യം ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ വാഹനത്തിൽ ത്രൂ ഔട്ട് ദ റേഞ്ച് ഈ ഒരു ഫീച്ചർ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ടൈഗണിൻ്റെയും കുഷാക്കിൻ്റെയും ടോപ്പ് എൻ മോഡൽ എടുത്താലും അതിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിരിക്കില്ല. ആൻഡ് ഇവിടെ ഇപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടോപ്പ് എൻ മോഡൽ ടൈഗണിൻ്റെയും കുഷാക്കിൻ്റെയും ഏകദേശം 22 ലക്ഷം രൂപയോളമാണ് കേരളത്തിൽ ഓൺ റോഡ് വരുന്നത്. 22 ലക്ഷം രൂപ നമ്മൾ മുടക്കിയിട്ട് ഈ സൈസുള്ള ഒരു SUV എടുക്കുന്ന സമയത്ത് അതിൽ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ പോലും ഇല്ല എന്ന് പറയുമ്പം ഒരു വളരെ മോശം കാര്യമാണിത്. പിന്നെ ഓക്കെ, ഇത് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇഷ്യൂ കാരണമാണ് ഇവർ ഇത് മാറ്റിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് കട്ടിംഗ് ഒന്നും അല്ല. കോസ്റ്റ് കട്ടിംഗ് ആയിരിക്കാനും സാധ്യതയില്ല. കാരണം ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാഹനത്തിൽ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഫീച്ചർ അവർ വെറുതെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്ത് കളയേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ ഈ വാഹനത്തിൽ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് മാറ്റാൻ പറ്റിയിരുന്ന വേറെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഉണ്ടായിരുന്നു ഈ സെഗ്മെൻറ്റിൽ. ഇപ്പോൾ ഇതെന്ന് പറയുന്നൊരു ബേസിക് ഫീച്ചറാണ്. വേറെയും പല ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതിപ്പോൾ വയർലെസ് ഫോൺ ചാർജിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആംബിയൻ ലൈറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ ഇതിൻ്റെ സ്പെയർ കീസ് ആയിക്കോട്ടെ. ഇപ്പോൾ സ്പെയർ കീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 സ്പെയർ കീസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. 2 റിമോട്ടാണ്. ഇവർക്ക് വേണമെങ്കിൽ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു കീ മാത്രം ബേസിക് കീ ആക്കാം, റിമോട്ട് അതിൽ കൊടുക്കണ്ട. അപ്പോൾ അതിൽ വേറെ ഇലക്ട്രോണിക്സോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അവിടെ അവർക്ക് ചിപ്സ് കുറച്ചുകൊണ്ട് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ വയർലെസ് ചാർജറിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിലും. വയർലെസ് ചാർജർ എന്ന് പറയുമ്പം ഈ ടൈഗണിൻ്റെയും കുഷാക്കിൻ്റെയും വയർലെസ് ചാർജേഴ്സ് അത്ര എഫക്റ്റീവ് ഒന്നുമല്ല. പിന്നെ ബേസിക്കലി ഞാൻ ഈ വയർലെസ് ചാർജേഴ്സിന് അത്ര വലിയ ഫാനുമല്ല. കാരണം വയർലെസ് ചാർജേഴ്സ് ആദ്യത്തെ കാര്യം വളരെ സ്ലോ ചാർജിങ് ആണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുമാത്രമല്ല ഇതിലിപ്പോൾ കൂളിംഗ് ഫംഗ്ഷനൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ ഫോൺ നല്ലോണം ചൂടാവുകയും ചെയ്യും. പിന്നെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ കറക്റ്റായിട്ട് വെച്ചാലൊക്കെ ഇത് ചാർജ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ ഒറ്റ പോക്കിൽ നല്ലൊരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിച്ചാൽ ഈ ഫോൺ ചാർജ് ആവണമെന്നില്ല. അതുമാത്രമല്ല ഇവിടെ തന്നെ വരുന്ന വേറൊരു പോയിന്റ്, നിങ്ങളുടെ ഫോണും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യണം. എല്ലാ ഫോണുകളും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യില്ല. ഇനിയിപ്പോൾ നിങ്ങളൊരു 10-22 ലക്ഷം രൂപയുടെ വാഹനം വാങ്ങിച്ചു, അതിൽ വയർലെസ് ചാർജർ ഉണ്ട്, അല്ലെങ്കിൽ 22 ലക്ഷം രൂപ വേണമെന്നില്ല. ഇപ്പോൾ 8 ലക്ഷത്തിൻ്റെ വാഹനം ആയിക്കോട്ടെ, 10 ലക്ഷത്തിൻ്റെ വാഹനം ആയിക്കോട്ടെ, 12 ലക്ഷത്തിൻ്റെ വാഹനം ആയിക്കോട്ടെ, ഏതാണെങ്കിലും നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വയർലെസ് ചാർജിങ് ഉണ്ടെന്ന് പറഞ്ഞ് വേറെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോൺ വാങ്ങില്ലല്ലോ. എന്തായാലും ഇവരിപ്പോൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഫീച്ചർ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കാനൊരു സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ ഈ സമയത്ത് വാങ്ങുന്ന ആൾക്കാർക്ക് ഇനി ഫ്യൂച്ചറിൽ ഇത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ പിന്നെ അവർ ഈ സമയത്ത് സ്പെസിഫിക് ആയിട്ട് വിറ്റിട്ടുള്ള കുഷാക്കും ടൈഗണും ഒക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സിന് ഇത്ര വലിയ ഇഷ്യൂ ഇല്ലാത്ത സമയത്ത് റീകോളൊക്കെ ചെയ്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs ഒക്കെ വെച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ അത്രയൊന്നും ഇവർ ചെയ്യുന്ന എനിക്ക് എന്തായാലും തോന്നുന്നില്ല. ഞാനിപ്പോൾ നേരത്തെ കീയുടെ കേസ് പറഞ്ഞപ്പം ടാറ്റ മോട്ടോഴ്സിന് എന്തുകൊണ്ടാണ് ഇത്രയും സെയിൽസ് വരുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇവർക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ലേന്ന്. ഇവർക്കും സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇവരത് സിസ്റ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് അത്രയും വലിയ ഇഷ്യൂ വരാത്തത്. ടാറ്റയും ഇതുപോലെ തന്നെയായിരുന്നു. ഒരു സ്പെയർ കീ അവർ കൊടുത്തില്ല. അതിന് വരും സെമി കണ്ടക്ടേഴ്സ് കുറച്ച് ലാഭിക്കാനായിട്ട് അത് അവർ മാറ്റിവെച്ചു. പിന്നെ ഇത്ര ഇഷ്യൂസ് ഇല്ലാത്ത സമയത്താണ് അവർ ചില കസ്റ്റമേഴ്സിന് സ്പെയർ കീ കൊടുത്തത്. അതുപോലെ തന്നെ ഫോക്സ്വാഗനും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു സ്പെയർ കീ, നോർമൽ ഒരു ബേസിക് കീ കൊടുക്കുക, റിമോട്ടൊന്നും ഇല്ലാത്ത കൊടുക്കുക എന്ന് പറയുന്നത്. അവിടെ എന്തായാലും അവർക്കൊരു ലാഭം ഉണ്ടാവും സെമി കണ്ടക്ടേഴ്സിൻ്റെ. പിന്നെ ഈ സ്പെയർ കീ എന്ന് പറയുമ്പോഴും നമ്മൾ എപ്പോഴും ഉപയോഗിച്ചു നടക്കുന്ന കീ ഒന്നും അല്ലത്. നമ്മളിപ്പോൾ ജസ്റ്റ് ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന കീ ആണ്. ഇപ്പം ഞങ്ങൾ 2019 വാങ്ങിച്ചു, അതിന് 2 വർഷമായിട്ട് അതിൻ്റെ സ്പെയർ കീ ഉപയോഗിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്തൊരു ആവശ്യം വന്നപ്പോൾ എടുത്തപ്പം അതിൻ്റെ ബാറ്ററി ഡൗൺ ആണ്, അതിൻ്റെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങളും റിമോട്ടില്ലാത്ത കീ തന്നെയാണ് അപ്പോൾ ഉപയോഗിച്ചത്. അതായത് ഇപ്പോൾ റിമോട്ടില്ലാത്തൊരു സ്പെയർ കീ ഉപയോഗിക്കുന്നതും റിമോട്ടുള്ളൊരു സ്പെയർ കീ അത്യാവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അതോ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.